നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ജെ മനോജ് MST ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം വെൽക്കം. ഇപ്പം ഞാനൊരു തമിഴ് പടത്തിൻ്റെ ഷൂട്ടിന് വേണ്ടി ഗ്രാമത്തിലേക്ക് വന്നായിരുന്നു. ഞാനൊരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയാൻ മാത്രമല്ല, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയാം. അപ്പം ഞാനൊരു തമിഴ് പടത്തിൻ്റെ ഷൂട്ടിന് വന്നായിരുന്നു. ഒരു 10 ദിവസം ഇവിടെ ഷൂട്ട് കാണും. അപ്പോൾ അങ്ങനെ വന്നപ്പം ഞാനൊരു വ്ളോഗ് എടുക്കാം, ഒരു 10 ദിവസത്തേക്ക് ഇവിടെ ഒരു ഷൂട്ടുണ്ട്. കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ നമുക്കൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പം ഈ ഒരു ഇതാണ് ടൗൺ, 7000 പണ്ണ എന്നാണ് ടൗണിൻ്റെ പേര്. പക്ഷെ ഇവിടെ നമ്മൾ വീണ്ടും ഒരു 3-4 കിലോമീറ്റർ അകത്തേക്ക് പോകണം. അതൊരു കൊച്ചു ഗ്രാമമാണ്. അത് ഗ്രാമത്തിൻ്റെ പേരെന്തായിരുന്നു, അശോസംഗപ്പട്ടി എന്നുള്ളൊരു ഗ്രാമമാണ് നമ്മൾ കാണാൻ പോകുന്നതും ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നതും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് ഗ്രാമത്തിൽ ഇച്ചിരി കാണാം. കാരണം ഞാൻ വന്ന് ഇറങ്ങിയതായിട്ടൊരു വീഡിയോ എടുത്തായിരുന്നു. ഇറങ്ങിയതിൻ്റെ താമസ വീടൊക്കെ ഞാൻ വീഡിയോ എടുത്തായിരുന്നു, വ്ളോഗ് എടുക്കണമെന്ന് തോന്നിയപ്പം. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ സീരിയസ് ആയിട്ട് വ്ളോഗിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മൾ എല്ലാം ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാരുടെ ജീവിത സ്റ്റൈലി, അവിടെ എന്തൊക്കെയാണ് അവരുടെ മെയിൻ ബിസിനസ്, അവരെങ്ങനെയാണ് ലൈഫ് സ്റ്റൈല്, പിന്നെ അവിടുത്തെ വീടും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പം ഈ വ്ളോഗിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എന്നെക്കൊണ്ട് പറ്റുന്ന അപ്പുറം പരമാവധി ഞാൻ എൻഗേജ് ആക്കി, ഞാൻ പോലും കാണാത്ത സ്ഥലം ആയതുകൊണ്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നമുക്കൊരു വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു നാട്ടിലെത്തിരി കാണാം, ആ ഒരു ഗ്രാമത്തിലെത്തിരി കാണാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നാടാർ മഹബൈ പ്രൈമറി സ്കൂളാണ്. അപ്പം ഇവിടെ ടൗണിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളാണിത്. ഇവിടെ നിന്നാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് കൊച്ചു ഗ്രാമമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അനുഭവമാണ്. ബാക്കിയുള്ള ടൗൺ എന്ന് വെച്ചാൽ ഒരു 15 കിലോമീറ്റർ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കോവിൽപ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലവും, ഇങ്ങോട്ട് ഒരു 15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സാത്തൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിന് മുന്നേ അവിടെ അത്രയും പേര് പോകുന്നതിന് മുന്നേ അവർക്ക് വേണ്ടി ഒരു കൊച്ചൊരു ടൗണാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നൊരു ടൗൺ പോലെ തന്നെയാണ്. ഇവിടെ എല്ലാ സാധനവും കിട്ടുമെന്ന് വെച്ചാൽ കിട്ടും. പക്ഷേ എത്രത്തോളം ക്വാളിറ്റി ആയിട്ടുള്ള സാധനം കിട്ടുമെന്ന് വെച്ചാൽ ഡൗട്ടാണ്. എന്തായാലും നമുക്ക് ഇവിടുത്തെ കടകളുടെയും ഇവിടുത്തെ ഒരു ഏരിയ എങ്ങനെയാണെന്നുള്ള കാണാം. കാരണം നമുക്ക് ഓരോ കടകളിലും കയറി ചോദിച്ച് സംസാരിച്ച് മേടിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ജസ്റ്റ് ഒരു വിഷ്വലായിട്ട് ഇവിടുത്തെ സ്ഥലങ്ങളും ഇവിടുത്തെ കടകളും ഇവിടെ എങ്ങനെയാണ് സെറ്റപ്പ് എന്നുള്ളത് നമുക്ക് കാണാം. പ്രത്യേകിച്ച് കാണാൻ മാത്രമായിട്ട് ഇവിടെ ഈ ഒരു സർക്കിൾ മാത്രമാണ് നമുക്ക് ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്കൂളുണ്ടായിരുന്നല്ലോ, അതിനപ്പുറത്തേക്ക് ഒരു സ്കൂളുണ്ട്. ഇതിനപ്പുറത്തേക്ക് എത്രമാത്രം എനിക്കിത് ഡീറ്റെയിൽസ് ആയിട്ട് പറയണമെന്ന് അറിഞ്ഞൂടെ. കാരണം ഇതൊരു ചെറിയൊരു ടൗണാണ്. പിന്നെ വേറൊരു കാര്യം കാണിച്ചാൽ ഇവിടെ ഫീമെയിൽ, അത് പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഈ ബസ്സിൽ ഫ്രീ ആണ്. ഈ ഒരു പെയിന്റ് അടിച്ച ബസ്സാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഫ്രീ ആണ്. ഈ ഒരു ബസ്സാണെങ്കിൽ ഈ ബസ്സിലധികം പെണ്ണുങ്ങൾ മാത്രമേ കയറത്തുള്ളൂ. കാരണം പെണ്ണുങ്ങൾക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ടൗണിൽ മൊത്തമായിട്ട് എല്ലാ കടകളും ഒരു 5-6 ഉണ്ടെങ്കിൽ പോലും ഫ്രൂട്ട്സ് കട എന്ന് പറയാൻ മാത്രമായിട്ട് ഒരു ഒറ്റ കട മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കെന്തായാലും അവിടെ പോയിട്ട് മേടിക്കാൻ മാത്രമാണ് നമ്മൾ അതിൽ പൈസ ഇല്ലാത്ത സാധനമില്ല. അത് കാരണം നമുക്ക് ജസ്റ്റ് ഒന്നായിട്ട് പോയി നോക്കാം എത്രത്തോലെയാണ് നമുക്ക് ആ കടകളിൽ, എങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാരും. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ പോയി അരക്കിലോ ഒന്നും മേടിക്കില്ല. ഇവിടുത്തെ ഈ TVS എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്, ഭയങ്കര സൗണ്ടാണ്. ഇവിടെ എന്ത് മേടിച്ചാലും കാക്കിലോയ്ക്ക് എത്ര എന്നുള്ളത് മാത്രമല്ല. നമ്മളതുപോലെ അരക്കിലോ കിലോ എത്ര. അതുപോലെ ഒരു പഴം നമുക്ക് ഇവിടെ പഴത്തിനാണ്. അവിടെ ഒരു 1/2 കിലോ പഴം, 1 കിലോ പഴമൊന്നുമില്ല. ഒരു പഴത്തിന് 10 15 അങ്ങനെയാണ്. ഇതാണ് നമുക്ക് നല്ല ട്രാവൽ ചെയ്യാം. അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. നമുക്ക് അതൊരു പിന്നൊരു എപ്പിസോഡായിട്ട് അമ്പലം ഷൂട്ട് ചെയ്യാൻ. കാരണം അമ്പലം ഒരു 100 വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണ്. ഫുൾ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അവിടെ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫുൾ വീഡിയോ പ്രോപ്പറായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതിൽ വീഡിയോ നമുക്ക് ഇവിടുത്തെ ടൗണിനെ പറ്റി കാണാം. ഇവിടെ ബസ് സ്റ്റോപ്പ് എന്ന് പറയാൻ മാത്രമായിട്ട് ഒന്നുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങിയ സ്ഥലം കണ്ടായിരുന്നല്ലോ, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകേണ്ട ബസ്സാണെങ്കിൽ ഇങ്ങോട്ട് നിൽക്കുക, ഇങ്ങോട്ട് പോകേണ്ട ബസ്സാണെങ്കിൽ അങ്ങോട്ട് നിൽക്കുക എന്നത് മാത്രമേ ഉള്ളൂ. നമുക്കെന്തായാലും ഇവിടുത്തെ ടൗണും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ വലിയ ടൗണൊന്നുമല്ല, ചെറിയൊരു ടൗണാണ്. എന്തായിട്ട് ഇവിടെ നമുക്ക് വിസിബിളായിട്ട് കാണിച്ചു തരാനും കാണാനുമായിട്ട് ഒരു സെറ്റപ്പില്ല. സോറി, നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. അയാൾ കരിപ്പിട്ടിട്ട് പോയി, കുഴപ്പമില്ല. നമുക്കെന്തായാലും ഇവിടെ അമ്പലത്തിന് നേരെ മുന്നിൽ ഇവിടുത്തെ തമിഴ്നാട് സ്പെഷ്യലായിട്ട് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ ഒരു കുറേ കടകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ചെറിയൊരു കൊച്ചു സ്പേസാണ്, ഇത്രമാത്രമേ ഉള്ളൂ നമുക്ക് കാണാൻ. ചെറിയ റോഡാണെന്ന് പറഞ്ഞല്ലോ, അതാണ് ചെറിയ റോഡാണ്. ഈ റോഡിലൂടെ വൻ ട്രാഫിക്കാണ്. ഞാൻ നിങ്ങൾക്ക് ട്രാഫിക് വന്നിട്ട് പിന്നെ ഒന്ന് കാണിച്ചു തരാം. നൈറ്റ് വിസിബിൾ എങ്ങനെയാണെന്നുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ റോഡാണ്.
അപ്പോൾ നമുക്കൊരു ചെറുതായിട്ടൊരു മോണ്ടേജ് ഷൂട്ടാണ് ഞാൻ കാണിച്ചത്. ഇവിടെ നിന്നാണ് നമ്മുടെ ഗ്രാമത്തിലേക്ക് പോകേണ്ടത്. ആ ഗ്രാമത്തിന്റെ പേര് ശിവസംഗപ്പട്ടി എന്നാണ് ഗ്രാമത്തിന്റെ പേര്. അപ്പോൾ നമുക്ക് അവിടുത്തെ ഇന്റീരിയർ എങ്ങനെയാണ് നോക്കാം. അവിടെ ഇന്റീരിയറിനൊക്കെ വേറെ വൈബാണ്. പിന്നെ ഇവിടെ ഒരു ചായക്കട ഉണ്ട്, ഫേമസ് ആയിട്ട്. ഇയാൾ കൊല്ലങ്ങളോളം ഇവിടെ ചായക്കട വെച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ്റെ കടയിലേക്ക് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞത്. പുള്ളിക്കാരൻ കൊല്ലങ്ങളോളം, പുള്ളിക്കാരൻ ചെറുപ്പക്കാരൻ തൊട്ട് പുള്ളിക്കാരൻ അച്ഛൻ മുതൽ ഈ ഒരു ചായക്കട കൊണ്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പുള്ളിക്കാരാണ് അവിടെയുള്ള സാധനങ്ങളൊക്കെ അത്രയും പഴക്കമുള്ള. ഞാൻ അവിടെ കുറച്ച് ദിവസം വന്നു പോയി നോട്ട് ചെയ്ത കാര്യമുണ്ട്. FM റേഡിയോ അതെങ്ങനെയും അടിച്ചു മാറ്റാൻ പുള്ളിക്കാരോട് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. ഇതാണ് കൊല്ലങ്ങളോളം പഴക്കമുള്ളൊരു ചായക്കടയാണ്. ഇവിടുന്ന് ഒരു ഗ്ലാസ് ചായ അടിച്ചാലോ? ഞാൻ പറഞ്ഞാൽ ഇവിടുത്തെ ഒരു FM ഭയങ്കര പഴക്കമുള്ള ഒരു FM ആണ്. ഇതാണ് FM. ഞാൻ കാണിച്ചു തരുന്നത്. അത്രയ്ക്കും ഭയങ്കര ഓൾഡ് വെച്ചാൽ വലിയൊരു ഓൾഡ് FM ആണത്. എന്തായാലും ഇതിൻ്റെ ഒരു ഭംഗി ഇത് നമുക്കൊരു എന്താ പറയുക, ഇത് കിട്ടാനില്ല. ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും കിട്ടാനില്ല. അത്രയ്ക്കും ഓൾഡാണ്. നമുക്ക് എന്തായാലും ഇത് നമുക്കൊന്ന് കൊണ്ടുപോകാം. ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് അടുത്ത് നമ്മൾ ഗ്രാമത്തിലേക്ക് പോകാം. ഗ്രാമത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം. നമ്മളങ്ങനെ ശിവസംഗപ്പട്ടി ഗ്രാമത്തിൽ എത്തിയിരിക്കുകയാണ്. ഓൾറെഡി നിങ്ങൾ കണ്ടാണ് ഞാൻ സ്റ്റേ ചെയ്യുന്ന വീഡിയോ ഒക്കെ. ആ വീഡിയോ കുറച്ച് അപ്പുറത്താണ്. പക്ഷെ ഞാനപ്പോൾ ഇന്ത്യയിലൊന്നും മുഴുവനായിട്ട് കണ്ടില്ല. ഇവിടുത്തെ ഈ കൃഷിസ്ഥലം, അതായത് ഫാമും കാര്യങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ച് ആദ്യം ഇറങ്ങി ചെന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സ്ഥലം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് സ്ഥലമാണെന്ന് മനസ്സിലാവില്ല. കാരണം നിങ്ങൾ ഇത് വീട്, ഇവിടെ ഒരു വലിയൊരു വീടുണ്ടായിരുന്നു, മൺവീടാണ്. മൺവീട് മൊത്തം തകർന്നടിഞ്ഞ് പൊളിഞ്ഞു പോയി. ഇപ്പോൾ ഈ കോലത്തിലാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് വേറെ ഒരു വീട് വെച്ച് മാറിയിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു ചെറിയ തൊഴുത്തായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കെന്തായാലും കാണാം. ഇതൊരു പണ്ടത്തെ വീടാണ്. പക്ഷെ വീടുണ്ടായിരുന്ന ഒരു അടയാളം പോലും ഇല്ലാതെ മാറിയിരിക്കുകയാണ്. പശുത്തൊഴുത്താക്കി മാറ്റി